ഹലോ, ഇന്ന് ഞാനിവിടെ ഒരു പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 സ്ലൈസ് ബ്രെഡ് വേണം. അപ്പോൾ അരിക് കട്ട് ചെയ്തിടുന്നവർക്ക് അരിക് കട്ട് ചെയ്തിടാം. ഞാനിപ്പോൾ അരികൊന്നും കട്ട് ചെയ്യുന്നില്ല, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ 5 ബ്രെഡ് സ്ലൈസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം. 1/2 കപ്പിൽ കൂടിപ്പോണ്ട കേട്ടോ, അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി ശരിയാവില്ല. അപ്പോൾ 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാര, 1/4 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതേപോലെയുള്ള ഒരു പാത്രം എടുക്കുക. അതായത് നിങ്ങൾ ഏതിലാണോ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ബട്ടറോ ഗിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിത് ചെറിയ അളവിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതേപോലെ ഇതിലും ചെറിയ പാത്രമാണ്, നിങ്ങൾക്കിത് നല്ല ഹൈറ്റിൽ കിട്ടും. അപ്പോൾ ഇത് എനിക്ക് എന്തായാലും ഹൈറ്റ് കുറവായിട്ടാണ് കിട്ടുക. അപ്പോൾ പാത്രത്തിൻ്റെ അളവ് കുറവനുസരിച്ചിട്ട് ഹൈറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ആവിച്ചെമ്പിലാണ് വേവിച്ചെടുക്കുന്നത്. ഓവൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ വേവിച്ചെടുക്കുക. ഇതിൻ്റെ അടിയിൽ ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മേലെ കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു 5 മുതൽ ഒരു 8 മിനിറ്റ് വരെ മതിയാവും. അപ്പോൾ തന്നെ ഇത് റെഡിയാവും. ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം 8 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഒരു കസ്റ്റർഡ് മിക്സ് തയ്യാറാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2.5 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കാം. 2.5 കപ്പ് പാലിലാണ് നമ്മൾ ഈ കസ്റ്റർഡ് മിക്സ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിവിടെ റെഡിയാകുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ പുഡിംഗ് അവിടെ റെഡിയാവും. അപ്പോൾ ഞാനിവിടെ 2 കപ്പാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. 2 കപ്പ് കംപ്ലീറ്റ് ഒഴിച്ചിട്ടില്ല. 1/2 കപ്പിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് കട്ടയില്ലാണ്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ 2.5 കപ്പ് പാലെടുത്തിട്ടില്ല, ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുള്ളൂ. അതിലൊത്ത് 1/2 കപ്പിൽ നിന്ന് ഞാൻ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ഈ ഒരു പരുവം നല്ലോണം കുറുകി ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി, അധികം കട്ടിയായി പോകണ്ട, എന്നാൽ തീരെ ലൂസും അല്ല, ഇത് മതി. അപ്പോൾ ഇത് ആ നേരം കൊണ്ട് തന്നെ നമ്മൾ പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റാണ് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളെല്ലാം വന്നിട്ടുണ്ട്. നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഇതപ്പം തന്നെ നമ്മുടെ പാത്രത്തിൽ നിന്നും വിട്ട് പ്ലേറ്റിലേക്ക് വരും. തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കസ്റ്റർഡ് മിക്സ് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കസ്റ്റർഡ് മിക്സ് ഞാൻ കംപ്ലീറ്റ് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ മേലെ നട്ട്സെല്ലാം ഇടണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒരു 6 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 6 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇത് നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് സാധാരണ നമ്മൾ ഈ കസ്റ്റർഡ് മിക്സ് നമ്മൾ ആ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ മിക്സ് ചെയ്തിട്ടാണ് തയ്യാറാക്കൽ. പക്ഷേ ഇങ്ങനെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പീസിൻ്റെ മേലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് മിക്സ് കുറച്ച് നമ്മൾ നേരത്തെ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് തന്നെ ആ ഒരു മിക്സും കൂടിയും കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് ഒന്ന് തണുപ്പിക്കുക. അതിനുശേഷം ഇതേപോലെ ഓരോ പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ അതിൻ്റെ മേലെ ഒഴിച്ച് ഇതും കൂട്ടി കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യാൻ ഇത് വളരെ ബെസ്റ്റാണ്. അപ്പോൾ കസ്റ്റർഡ് മിക്സ് ചെയ്താക്കുന്നതിൽ നല്ലത് ഇതേപോലെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.